السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹ ദൈതിക്കനങ്ങ മനസ്സിലാക്കിയുള്ളത്. സൂറത്തുൽ ഫാത്തിഹത്തെ മഹത്വം, അതേപോലെ ഖുർആൻ ഓതുമ്പോൾ തുടങ്ങുന്നതായി ചൊല്ലണായി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ലുന്നതും ഞങ്ങൾ മനസ്സിലാക്കാം. ഇനി ഞങ്ങൾ ഖുർആൻ എടുത്ത് നോക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹത്തെ ഒന്നാമത്തെ ആയത്തായിട്ട് ഞങ്ങൾ ഓതുന്നതായ ഖുർആനിൽ കാണേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുന്ന ആയത്തായിട്ട്. ഈ ആയത്തിൽ ഒരു ചെറിയ രൂപത്തിലേക്ക് വിശദീകരിക്കുന്നതായിരിക്കും ഉദ്ദേശിക്കരുത്. മാക്കന്മാരുടെ ചർച്ചയിലേക്കും ഇത് ഒന്നാമത്തെ ആയത്തൊക്കെ അല്ലേ ചൊല്ലും. അതൊക്കെ പല കാരണമുണ്ട്. പല ഹദീസും മാനദണ്ഡമാക്കിയിട്ടും അങ്ങനെ ചർച്ച പറകില്ല കാരണമായിരിക്കും. മാക്കന്മാരുടെ ഖിലാഫ് ചൊല്ലുന്നത് രണ്ട് രൂപത്തിലേക്കുള്ളത്. അഭിപ്രായം അൽ ഖിലാഫുൽ ഖവിയ്യു, സ്ട്രോങ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ നല്ല ധാരാളമായിട്ട് പ്രൂഫോട് കൂടിയുള്ള അങ്ങനത്തെ ഒരു ഖിലാഫിക്കർ അഭിപ്രായം, ഭിന്നഭിപ്രായം. രണ്ടാമത്തെ അൽ ഖിലാഫു ദഈഫായിട്ടുള്ള, ദുർബലമായിട്ടുള്ള, അതിൽ ചൊമ്മ എന്തില്ല പ്രത്യേകമായിട്ടും ദലീലൊന്നും ഇക്കില്ല, അത്തരൊന്നും ഇക്കില്ല. അപ്പൊ ഈ ജണ്ടില് പ്രത്യേകമായിട്ടും നമുക്ക് മനസ്സിലാക്കില്ല എന്ന് ചൊന്നെങ്കിൽ ഈ അൽ ഖിലാഫുൽ ഖവിയുള്ള ഇത്തിക്കർ ഈ ചർച്ചയെല്ലാം പണ്ട്, അതായത് രണ്ട് ഭാഗത്തെ ആൾമാർക്ക് ധാരാളമായിട്ടുള്ള പ്രമാണമുണ്ട്. അത്തരത്തിലുള്ള വിഷയത്തില് ഞങ്ങൾ ഒന്ന് തപ്പും അങ്ങനെ ചൊല്ലും ആവാത്ത രൂപത്തിൽ അങ്ങനെ ഞങ്ങളെ ഇപ്പൊ ഖുർആനിലെ ഏതൊരു രൂപത്തിൽ ഞങ്ങൾ ഓതുന്നതിൽ കണ്ടെത്തുണ്ടോ ആ ഒരു രൂപത്തിലേക്ക് ഞങ്ങൾക്ക് അതിന് മനസ്സിലാക്കില്ലേ. അതുകൊണ്ട് പ്രധാനമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കില്ല ചില വിഷയമുണ്ട് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുന്ന വിഷയത്തിൽ. കാരണം ഇത് മഹത്തരമായിട്ടുള്ളൊരു വിഷയത്തിക്കർ കാലൊരു ബിസ്മി ചൊല്ലുമ്പത്ത് ഞങ്ങൾ മനസ്സിലാക്കണായ പല വിഷയം വിട്ടിട്ട് ഞങ്ങൾ ഐത്തിക്കർ മനസ്സിലാക്കിയല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുമ്പത്തേക്ക് ഈ ബിസ്മിനെ ഒന്നാമത്തെ ഞങ്ങൾ തുടങ്ങൂല്ലേ. ബിസ്മിനെ മുന്നോട്ടുള്ളതായ ആ ബാ ഐത്തിക്കർ, ബാ ചൊന്തുൽ അക്ഷര, ആ ബാ ചൊന്തുൽ അക്ഷര എന്തിക്കറുള്ളത് അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കും. ആ ബാ ചൊത്തുള്ളത് ലിത്തബറുക്ക്, ബർക്കത്തുക്ക് വേണ്ടി തെറ്റിക്കും. അതേപോലെ ഇസ്തിആന, അള്ളാഹുറൊട്ടിക്ക് സഹായിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്ത്, ഈ പേരിന്റെ ബർക്കത്ത്, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പേരിലെ സഹായം കൊണ്ടെത്തും. ഇങ്ങനെ ഇത്തിക്കർ ഇവിടെ പ്രത്യേകമായിട്ടും ഈ ബാ ഇവിടെ ഉള്ളത് ചൊത്തു നിങ്ങൾ മനസ്സിലാക്കുള്ളത്. അത് ഇത്തിക്കർ തവസ്സുലിന്റെ മസ്അല ചൊത്തു പണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയൊട്ടിക്ക് നിങ്ങൾ സഹായിക്കുന്നതും അള്ളാഹുവിന്റെ ബർക്കത്ത് എടുക്കരെ ആ ഒരു ശൈലിയിലേത്തിക്കര് അവിടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടും അരിപ്പാട്ട് കൊല്ലത്. ഉലമാക്കമാർ ചൊന്നത് ബാ ചൊന്നെങ്കിൽ ബാ ഉൽ ബറക്ക, ബർക്കത്ത് കൊല്ലെ, ബർക്കത്ത് എടുക്കുകൊല്ലങ്ങനത്തെ ബാ ഐത്തിക്കർ ചൊന്തും. അതേപോലെ ബാ ഉൽ ഇസ്തിആന, ഇസ്തിആനത്തിലെ സഹായത്തെ ഇട്ടത്തെ ബാ ഐത്തിക്കർ ചൊന്തും വിശദീകരിച്ചത് കാണാം. ഏത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലെ ആ ഫസ്റ്റത്തെ ബാ ചൊന്തുള്ള ഒരു അക്ഷര, ആ ബാ ഒരു അക്ഷരത്തെ ഐത്തിക്കർ അരിപ്പാട്ടി കൊല്ലത്. അതിലൊട്ടിക്ക് പ്രത്യേകമായിട്ടും മനസ്സിലാക്കുള്ള വിഷയത്തിക്കർ ബിസ്മി ചൊല്ലുമ്പോൾ ഞങ്ങൾ നിർബന്ധമായിട്ടും അറിയണായ പല വിഷയമുണ്ട്. ഈ അള്ളാഹുരെ പേര് കൊണ്ടുത്തു നാ തുടങ്ങുക, അല്ലെങ്കിൽ പേര് കൊണ്ടുത്തു ബിസ്മില്ല അള്ളാഹുരെ പേര് കൊണ്ടുത്തു ഏതൈത്തിക്കർ അള്ളാഹ് റഹ്മാനും റഹീം ഐത്തുൽ അള്ളാഹ്. അപ്പൊ ഈ റഹ്മാനും റഹീമിനെ വിശദീകരിക്കൊണ്ടു, അള്ളാഹ് ചുത്തുള്ള പേരിനെ വിശദീകരിക്കൊണ്ടു, അവിടെ ചൊമ്മ വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കൊണ്ടു. അങ്ങനെ ഇപ്പൊ സെന്റൻസ് ഉദാഹരണം ഇപ്പൊ നിങ്ങൾ ചൊല്ലുമ്പോൾ ഒരു പൂർത്തി പോലെ കാണില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീം ഐത്തുല്യ അള്ളാഹുരെ പേര് കൊണ്ടുത്തു. അപ്പൊ ഫുൾ സ്റ്റോപ്പ് ആവും. എന്തിരെ വിശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉലമാക്ക് പ്രത്യേകമായി തരിപ്പാട്ടിയത് അവിടെ അങ്ങ് ചിലത് തക്തീറാക്കണം, സങ്കല്പിക്കണം. അതായത് ഇപ്പോഴത്തെ ഓതര എന്തായെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നത് അഖറഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുരെ റഹ്മാനും റഹീം ഐത്തുൽ അള്ളാഹുരെ സഹായത്തെ കൊണ്ടുത്തു നാണ് എന്താക്കര ഖുർആന്റെ ഓത് തുടങ്ങുക, അല്ലെങ്കിൽ ഇന്നത് ഓത് തുടങ്ങുക.
ಏದು ನಂಗೆ ಹಾಕೊಂಬು ತಿನ್ನರೆ ಅಂತ ಹೆಂಗ್ ಆಕುಲು ಬಿಸ್ಮಿಲ್ಲಾಹಿ റഹ്മാൻ റഹീം അള്ളാഹുരെ നാമത്തെ കൊണ്ടുത്തു നാണെന്താക്കര തിന്നുര ആ കുടിക്കൊമ്പത്തേക്ക് കുടിക്കര. അപ്പൊ ഈ ഒരു രൂപത്തിൽ സങ്കല്പിച്ചിട്ട് നങ്ങ എന്താക്കരെ ബാക്കി വിഷയം ചൊല്ലേ ചൊത്തുള്ള രൂപത്തിൽ എത്തിക്കറ്. ഇതിരെ ഒരു പ്രധാനമായിട്ടുള്ള ചർച്ച ചെയ്തു ഉലമാക്കന്മാർക്കും വേണ്ടി ഇത് കാണാം. അപ്പൊ അവിടെ പ്രത്യേകമായിട്ടും മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എല്ലാ പേര് കൊണ്ടെത്താ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് കൊണ്ടെത്താം. ഉലമാക്കന്മാർ വ്യക്തമായി തരിപ്പാട്ടി മസാല എത്തിക്കറ് അള്ളാഹുരെ എല്ലാ പേരുണ്ട് എത്തിക്കറ്. ഞങ്ങൾ സഹായിക്കറ് എങ്ങനെ എത്തിക്കറ് അതഅല്ലമു മുസ്തഈനൻ ബികുല്ലി അസ്മാഇല്ലാഹി തആല അള്ളാഹുരെ എല്ലാ പേര് കൊണ്ടെത്തു അള്ളാഹുരെ എല്ലാ പേരുടെ സഹായം കൊണ്ടെത്തു നാണ് എന്താക്കര പഠിക്കരാൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലരൊಟ್ಟಿಗೆ ನಂಗ ಈ ಸಹಾಯಕೀಕರಂತ ರೂಪ ಐತಿಕರ ಕೂಡ ಪ್ರತ್ಯೇಕಮೈತು മനസ്സിലാക്കുള്ളത്. അതേപോലെ നിങ്ങൾക്ക് അറിയുകയില്ല എന്നൊരു വിഷയം റഹ്മാനും റഹീം ചൊത്തുള്ളത്. റഹ്മാൻ ചൊല്ലുമ്പോ ചുമ്മ കരുണ കാട്ടുകൊണ്ട് ചൊത്തും. റഹീം ചൊല്ലുമ്പോ ചുമ്മ പ്രത്യേകമായിട്ട് ഉലമാക്കന്മാർ രണ്ട് ചർച്ച ചെയ്തിരിക്കുന്നതിൽ കൊമണ്ടത്. റഹ്മാൻ ചൊല്ലുമ്പോ ലോകത്തിലെ എല്ലാവർക്കും അത് മുസ്ലിം ആവട്ടു അത് കാഫിറാവട്ടു അത് മൃഗാവട്ടു എല്ലാത്തുക്കും റഹം കാട്ടോണ എത്തിക്കർ അല്ലാഹ് ചൊത്തു. റഹീം ചൊല്ലുമ്പോ പ്രത്യേകമായിട്ടും കാരുണ്യ എത്തിക്കർ അത് ആഖിറത്തിൽ മുഅ്മിനീങ്ങളുടെ മേൽ അല്ലാഹു കാട്ടരുത് ചൊത്തു. ഉലമാക്കന്മാർ ചെറിയ രൂപത്തിൽ അത് വിശദീകരിച്ചു. അത് സൂറത്ത് ഫാത്തിഹത്തെ 3-ാമത്തെ ആയത്ത് റഹ്മാൻ റഹീം ബർമത്തിക്ക് ഒന്നുകൂടി വിശാലമായിട്ട് അങ്ങ് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ടും മനസ്സിലാക്കുള്ള വിഷയത്തിക്കറ് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുല്ലേ ഈ ഒരു കലിമത്തിൽ നിന്ന് ഈ ഒരു ആയത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലേ ഒന്നാമത്തെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് കൊണ്ടെത്തു നിങ്ങൾ ഒരു വിഷയത്തിൽ നല്ല വിഷയത്തിൽ തുടങ്ങുന്നത് എത്തിക്കറില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് കൊണ്ടെത്തു അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ടെത്തു നിങ്ങൾ തുടങ്ങുന്ന ഏത് വിഷയം അതിൽ പ്രത്യേകമായിട്ടും അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവും. അല്ലാഹുവിൽ നിന്നുള്ള ഖൈർ നിങ്ങൾക്ക് കിട്ടുക സാധിക്കണം. അപ്പൊ ഇവിടെ ബിസ്മില്ലാ ചൊത്ത് ചൊല്ലുമ്പോൾ അല്ലാഹ് ചൊത്തുള്ള പേര് എത്തിക്കറ ഒന്നാമത്തെ നിങ്ങൾ എടുക്കറ ബിസ്മില്ലാ അല്ലാഹുവിന്റെ പേര് കൊണ്ടെത്തു അള്ളാഹുരെ പേരിൽ വെച്ചത് അഅ്ലമൈത്തുല്ലേ എല്ലാത്തുകാട്ടി വലിയ മഹത്തരമൈത്തുള്ള ഒരു സ്ഥാനത്തുള്ള പേര് എത്തിക്കറ് അള്ളാഹ് ചൊത്തുള്ള പേര്. അള്ളാഹുരെ പേർക്ക് ചില പ്രത്യേകത ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേർക്ക് പല പ്രത്യേകത ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത മനസ്സിലാക്കൂ അള്ളാഹുരെ പ്രത്യേകത അള്ളാഹുരെ പേരുടെ പ്രത്യേകത എത്തിക്കറ് കമാലിയത്തിന് അരിപ്പാട്ട് പരിപൂർണത്തിന് അരിപ്പാട്ട് നഖ്സില്ല ന്യൂന്യത്തില്ല. അള്ളാഹുരെ ഒരു പേർക്കും എന്തില്ല ന്യൂന്യത്തില്ല ചൊത്ത് മനസ്സിലാക്കണം. എല്ലാം പരിപൂർണത്തെ എത്തിക്കറ അരിപ്പാട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണത്തെ എത്തിക്കറ അരിപ്പാട്ട് ആ ഒരു മഹത്വം എത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് കൊല്ലത് അള്ളാഹുരെ പേര് ചൊത്തുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കൂ. ആ അസ്മാ വ സിഫാത്ത് അള്ളാഹുരെ പേരും അള്ളാഹുരെ സിഫത്ത് ഇത് തൗഖീഫിയ എത്തിക്കറ് ഖുർആനും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് എത്തിക്കറ്. ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് മാത്രമേ നിങ്ങൾക്ക് സ്വീകരിക്കുകയുള്ളൂ. ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടാത്ത പ്രത്യേകമായിട്ട് ഒരു ഇജ്തിഹാദ് കൊണ്ടു ഒരാൾ ഇന്ന ചോദ്യത്തായെങ്കിൽ അത് സ്വീകരിക്കാവില്ല. തൗഖീഫിയും തൗഫീഖിയ ചൊന്ന് രണ്ട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇജ്തിഹാദ് ഉലമാക്കന്മാർ പരിശ്രമിച്ചിട്ട് ഇജ്തിഹാദാക്കിയിട്ട് കണ്ടുപിടിക്കരെ ആ ഒരു ഇത് കഴിക്കരെ തൗഫീഖിയ ചൊല്ലേ തൗഫീഖ് കിട്ടിയതെന്ന് അയെങ്കിൽ ഇതങ്ങനല്ല. തൗഖീഫിയ എത്തിക്കർ ഖുർആനും സുന്നത്തിൽ നിലനിന്നത് ഉള്ളത് എത്തിക്കർ ഖുർആനും സുന്നത്തിൽ നിന്ന് മാത്രമേ എടുക്കണായത് എത്തിക്കർ അള്ളാഹുരെ പേരല്ലോ. അപ്പൊ ഏത് പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് ചൊന്നുറ അതിന് ഞങ്ങൾ സ്വീകരിക്കറ. ഏത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല ചൊന്നുറ മന്തായെങ്കിൽ അതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തിന്റെ വിഷയത്തിൽ ഏതൊന്ന് അല്ലാഹു ഉണ്ട് ചൊന്ന അതിന് ഞങ്ങൾ അതേപോലെ അംഗീകരിക്കണം. ഏത് അല്ലാഹു ഇല്ല ചൊന്ന അത് ഇല്ലാന്ന് അംഗീകരിക്കണം. ഇനി എന്തും ചൊല്ലാത്തത് എന്തായെങ്കിൽ അതിൽ ഞങ്ങൾ മൗനം പാലിക്കണം. ഇത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉ സിഫാത്തുൽ പ്രത്യേകമായിട്ട് അങ്ങ് അറിയുള്ളത് ഏതൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഉണ്ട് ചൊന്നറ അതിൽ ഉണ്ട് ചൊന്ന് അക്സെപ്റ്റ് ആക്കണം. ഏത് അല്ലാഹു ഇല്ല ചൊന്ന് തരിപ്പാട്ടിറ അത് ഇല്ല ചൊന്നും അംഗീകരിക്കണം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തും മുണ്ടില്ല ಅಂತ മൗന പാലിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ മൗന പാലിക്കണം. ಅದರ ವಿಷಯದಲ್ಲಿ എന്തും അല്ലാഹു അരിപ്പാട്ടില്ല ಅಂತಾയെങ്കിൽ ഞങ്ങൾ മൗന പാലിക്കണം. ഇതേതിക്കർ പ്രത്യേകമായിട്ടും മനസ്സിലാക്കുന്ന വിഷയം. അതൊട്ടിയും ഈ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലുന്നതില് അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തുള്ള വിഷയം അതേപോലെ അല്ലാഹു ചൊല്ലുന്ന പേരില് അതിലുള്ള പ്രത്യേകമായിട്ടുള്ള പല ഹദീസിലായിട്ട് വന്നതും അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടിಗೆ ഈ ബിസ്മി കൊണ്ടെത്തു ഞങ്ങൾ ഏത് സന്ദർഭത്തിലുള്ള പ്രത്യേകമായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരിപ്പാട്ടിയതുണ്ട് ചൊല്ലുന്നതെല്ലാം ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കാം. അതിൽ പിന്നെ ഞങ്ങൾ നിർബന്ധമായിട്ടും ഓരോരുത്തരും ഖുർആനെ പിടിച്ചു തേറ്റിക്കോണം.
തിക്കറ് അത് ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അതുകൊണ്ട് ഒരു ഖൈർ നിങ്ങൾക്ക് കിട്ടു ചൊന്തല് മനസ്സിലാക്കാം. കാരണം ഓരോ ആയത്തിനും നിങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുമ്പോഴത്തേക്ക് ഏകദേശം 10 അക്ഷരം ഈ തിക്കറ് കാണേണ്ടത്. അപ്പൊ 10 അക്ഷരം ഇങ്ങനെ ഞങ്ങൾ അവിടെ കൈവച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊത്തൊരു ഖിറാഅത്ത് തിലാവത്ത് എന്ന നില ഓതുമ്പോൾ എത്ര കൂലി കിട്ടിയത്? 190 കൂലി കിട്ടി. ഒരക്ഷരത്ത് 10 പോലെ അത്ര കൂലി കിട്ടി. അപ്പൊ ചെറിയ വിഷയം ഒന്നുമല്ല. അള്ളാഹുര ഖുർആന്റെ മനസ്സിലാക്കലെ പഠിക്കലെ ചൊല്ലുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയോടുകൂടി ഞങ്ങൾ അത് കേൾക്കണായതും അത് അറിയണായതും ഇത്തിക്കൽ ഇൻഷാ അല്ലാഹ് പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആന്റെ പ്രധാനമായിട്ടുള്ള സൂറത്ത് ഫാത്തിഹത്തെ തഫ്സീറെ ഞങ്ങൾ വിശാലമായിട്ടൊന്നു എടുക്കുക ഉദ്ദേശിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതുപോലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുരെ പേടിച്ച് ജീവിക്കുക തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. കൂടെ കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തൊട്ടിക കൂടെ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി